വയനാട്ടിൽ ജീവനെടുത്ത് വീണ്ടും കോൺഗ്രസ് ഗ്രൂപ്പ് പോര്. മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് മെമ്പർ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണത്തിന് പിന്നാലെ മാസങ്ങളായി മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ശക്തമാണ്. പുൽപ്പള്ളിയിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചന്റെ വീട്ടിൽ നിന്നും മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പോര് രൂക്ഷമായി. ആ സാഹചര്യത്തിലാണ് മുള്ളൻകൊല്ലി പഞ്ചായത്ത് മെമ്പറായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തത്. വീടിനടുത്തുള്ള കുളത്തിലായിരുന്നു ജോസിന്റെ മൃതദേഹം. മുള്ളൻകൊല്ലിയിൽ നടന്ന വികസന സമിതി യോഗത്തിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചന് മർദ്ദനമേറ്റതിനു ശേഷം ഗൂഢാലോചന നടത്തി തന്നെ അറസ്റ്റ് ചെയ്യിക്കുകയായിരുന്നെന്ന് തങ്കച്ചൻ പിന്നീട് മാധ്യമങ്ങളോടും പോലീസിനോടും വെളിപ്പെടുത്തിയിരുന്നു. 17 ദിവസമാണ് തങ്കച്ചൻ ജയിലിൽ കിടന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ ഇരയായിരുന്നു തങ്കച്ചൻ എന്നുള്ള കാര്യം തെളിഞ്ഞു. സ്ഫോടക വസ്തു കൊണ്ടുവച്ച ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ആ സമയത്താണ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ. IC ബാലകൃഷ്ണന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായി താൻ നിൽക്കുകയും ND അപ്പച്ചനെ എതിർക്കുകയും ചെയ്തതാണ് തന്നെ കുരുക്കാനുള്ള കാരണം എന്നും ND അപ്പച്ചന് മർദ്ദനമേറ്റ സംഭവത്തിനു ശേഷം നടന്ന ഗൂഢാലോചനയാണ് അറസ്റ്റെന്നും തങ്കച്ചൻ മാധ്യമങ്ങളോടും പോലീസിനോടും വ്യക്തമാക്കിയിരുന്നു. ജോസ് നെല്ലേടത്തിന് ഇതിൽ പങ്കുണ്ടെന്നും തങ്കച്ചൻ തുറന്നു പറഞ്ഞിരുന്നു. ഗ്രൂപ്പ് പോരിന്റെ ഇരയായി മാറുകയാണ് ജോസ് നെല്ലേടവും. അതേസമയം NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബം വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. കടബാധ്യത ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ KPCC നേതൃത്വം ഇതുവരെ കടബാധ്യതയൊന്നും ഏറ്റെടുത്തില്ലെന്നും കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുമാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് ഡിസംബറിലാണ് അച്ഛൻ മരിച്ചത്. ഒരു വർഷത്തോട് അടുക്കാൻ പോകുന്നു. 1% പോലും എനിക്ക് ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വാസമില്ല. അതെന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അവര് ചതിക്കുകയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിനെ വിശ്വസിക്കുന്നവരെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു ജീവിതം നിങ്ങൾ കണ്ടില്ല. ഇത്രയും വർഷം പാർട്ടി എന്ന് വിചാരിച്ച് മാത്രം ജീവിച്ച ഒരാള്, ഒരു രൂപ പോലും പാർട്ടിയിൽ നിന്ന് സമ്പാദിക്കാത്ത ഒരാള്, അവരവരുടെ സ്വത്ത് മൊത്തം പാർട്ടിക്ക് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാതായി പോകേണ്ട ഒരാളാണ് ഞങ്ങൾ അച്ഛൻ. അങ്ങനത്തെ ഞങ്ങളോടൊരു നീതി എന്ന് പറഞ്ഞ കാര്യം അവർ കാണിക്കുന്നില്ലല്ലോ. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിൽ കോൺഗ്രസിന് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്നാണ് KPCC പ്രസിഡന്റ് പ്രതികരിച്ചത്. അതിലേതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സംഘടന അതിനെ വളരെ ഗൗരവത്തിൽ കാണും. അതാണ് പറയാനുള്ളത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. അതേസമയം പ്രിയങ്ക ഗാന്ധി സ്ഥലത്തുണ്ടായിട്ടും ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. കോൺഗ്രസ് ക്രിമിനൽ സംഘമായി മാറുകയാണെന്നും കോൺഗ്രസിൽ നടക്കുന്ന ഗ്രൂപ്പ് പോരിന്റെ ഇരകളായി പ്രാദേശിക നേതൃത്വം മാറുകയാണെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. ശ്രീമാൻ തങ്കച്ചൻ ജയിലിലിറങ്ങിയതിനു ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് DCCയുടെ പ്രസിഡന്റും DCCയുടെ സെക്രട്ടറി PD സജിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് കോൺഗ്രസിന്റെ 2ാം വാർഡ് മെമ്പറുടെ ജീവനും പൊലിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയുടെ ഭാഗമായി ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മരണത്തിനിരയാകേണ്ടി വരുന്ന അതിദയനീയമായ, അങ്ങേയറ്റം ഗൗരവമായ വിഷയമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വയനാടിന്റെ MP കൂടിയായ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീമതി പ്രിയങ്ക വാദ്ര ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാകണം. ജനാധിപത്യ വിരുദ്ധമായി ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട കോൺഗ്രസിനെ നാട്ടിലെ ജനങ്ങളാകെ ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.